കൊല്ലം ജില്ലയിലെ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം ഈ വർഷത്തെ വൃശ്ചിക മഹോത്സവത്തിന് ഒരുങ്ങുകയാണ്. വൃശ്ചികം 1 മുതൽ 12 വിളക്ക് വരെയാണ് ഈ വർഷത്തെ വൃശ്ചിക മഹോത്സവം നടക്കുന്നത്. വൻ ഭക്തജന തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുക. ക്ഷേത്രത്തിലെ ഭജനം പാർക്കുന്ന ഭക്തജനങ്ങളുടെ എണ്ണം വർഷം തോറും വർദ്ധിച്ചു വരികയാണ്. ഇക്കുറി വൃശ്ചികം 1 മുതൽ നോയമ്പെടുത്ത് വൃശ്ചികം 12 വിളക്ക് വരെയാണ് അവിടുത്തെ തീർത്ഥാടനവും നേർച്ചയൊക്കെ നടക്കുക. അപ്പം എല്ലാ സജ്ജനങ്ങളും എത്തിച്ചേരുക ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലേക്ക്. കൊല്ലം ജില്ലയിലെ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം ആൽത്തറയിൽ വാഴുന്ന മഹാദേവനാണ്. വളരെ പുണ്യവും ചൈതന്യമൊക്കെ നിറഞ്ഞിരുന്ന ഈ മഹാദേവനെ കാണാൻ നാനാദേശത്തു നിന്നും നിരവധി ഭക്തജനങ്ങൾ എത്തുന്നു എന്നതാണ് പ്രത്യേകത. തങ്ങളുടെ ഇഷ്ടപ്പെട്ട ആഗ്രഹങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിച്ച ശേഷം കുടൽ കെട്ടി അവിടുത്തെ അന്നവും അവിടെ നിന്നും പാചകം ചെയ്തുമൊക്കെ ഭജനമിരുന്നുമാണ് ഭക്തജനങ്ങൾ നേർച്ച നിറവേറ്റി മടങ്ങുക. എല്ലാ ഭക്തജനങ്ങളും തങ്ങളുടെ ദുഃഖവും ദുരിതമൊക്കെ മഹാദേവനോട് പറഞ്ഞ് ക്ഷേത്രത്തിലെത്തുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ക്ഷേത്രത്തിന് വടക്ക് വശത്തായിട്ട് നന്ദികേശ മണ്ഡപമുണ്ട്. നിരവധി നന്ദികേശന്മാരെയാണ് അവിടെ പാർപ്പിച്ചിരിക്കുന്നത്. അവയ്ക്ക് വേണ്ടുന്ന ആഹാരം, വൃത്തി എല്ലാം ക്രമീകരിക്കാൻ പ്രത്യേക പരിപാലകരുണ്ട്. നോക്കൂ, ക്ഷേത്രത്തിൽ സമർപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ നേർച്ച നൽകിയിട്ടുള്ള എല്ലാ നന്ദികേശന്മാരെയും അവിടെ തന്നെ അവർ പരിപാലിക്കുന്നു എന്നുള്ളതാണ് സത്യം. അത്ര മനോഹരമായിട്ടാണ് അവർ നിൽക്കുന്നത്. നോക്കൂ, നന്ദികേശന്മാർ വളരെ ആരോഗ്യവാന്മാരും വളരെ ശുദ്ധരുമായി വളരെ വൃത്തിയും വെടുപ്പും ഒക്കെയായിട്ട് അവരെ കാത്ത് സൂക്ഷിക്കുന്നു, പരിപാലിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഓച്ചിറ നന്ദികേശന്മാർ ഈ കാണുന്നത്. ദർശനം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ പൂങ്കാവനത്തിൽ വിശ്രമിക്കാനുള്ള അവസരമുണ്ട്. നന്ദികേശനെ കാണണം എന്നുള്ളവർക്ക് പുറത്ത് നിന്ന് കാണാം, അകത്തോട്ട് അലൗഡുള്ളതല്ല. നന്ദികേശന്മാർ ഓരോ ദിവസവും എഴുന്നള്ളിക്കുന്ന ഈ നന്ദികേശന്മാരെയാണ് ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വെച്ച് നേർച്ചയായി എഴുന്നള്ളിക്കാൻ കഴിയുന്നതും ഒരു പ്രത്യേകതയാണ് ക്ഷേത്രത്തിൻ്റെ. അപ്പോൾ വൃശ്ചിക മാസം 1 മുതൽ വൃശ്ചികം 12 വരെയാണ് 12 വിളക്ക് മഹോത്സവം നടക്കുക. എല്ലാ സജ്ജനങ്ങളും എത്തിച്ചേരുക. നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുണ്യം പൂങ്കാവനമാണ് ഈ കാണുന്നത്. ക്ഷേത്രത്തിൽ തന്നെ ഒരു പാർക്കാണ്. എല്ലാ സജ്ജനങ്ങൾക്കും അവിടെ ദർശനം കഴിഞ്ഞ് കുറച്ചു നേരം വിശ്രമിക്കാവുന്നതാണ്. ഒരു ഉല്ലാസ കേന്ദ്രം പോലെ ഇരുന്ന് വിശ്രമിക്കുകയും കാറ്റുകൊള്ളുകയും ആനന്ദം ഒക്കെ നേരുന്ന ഒരു പോസിറ്റീവ് വൈബ് ഫീൽ ചെയ്യുന്ന ഒരു ഏരിയ കൂടിയാണ് പുണ്യം പൂങ്കാവനം. ക്ഷേത്രത്തിലെത്തുന്നവർ ഇവിടെ വരിക, ഇവിടെ വന്ന് വിശ്രമിച്ചിട്ടൊക്കെ പോകുന്നതും വളരെ നല്ലതാണ്. നന്ദികേശന്മാരെ എഴുന്നള്ളിക്കുന്നതും ഇങ്ങനെ അണിഞ്ഞൊരുക്കിയാണ് നന്ദികേശന്മാരെ ക്ഷേത്രത്തിൽ എഴുന്നള്ളിക്കുന്നത്. താങ്ക് യു വെരി മച്ച്.